ഇവിടെ കൂന്, ഇവിടെ കൂനുണ്ട്. ഇത്രയും കിട്ടിയിരിക്കണേ. ഇതൊക്കെ എത്ര കിട്ടി നോക്കിയൊക്കെ. വലിച്ചന്റെ വീട്ടിൽ പോയിട്ട് കൂനോ അതിനെന്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് കൂനാന്ന് അറിയില്ല, ഏത് കളറുള്ള കൂനാന്നൊന്നും അറിയില്ല. ചെറിയ കൂന്, വലിയ കൂന്, അരിക്കൂന്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞേക്കണ്. അച്ഛൻ ഞാനേ അച്ഛനുണ്ട് വല്ല അച്ഛനെ വിളിച്ചിട്ട് അവനെയും കൂട്ടിയിട്ട് ഞാൻ പോയിട്ട് വരാം. അവിടെ അച്ഛോ നീയാണ് പറഞ്ഞ ആ വാല് ഓർന്നിട്ടില്ല. ഞാനിപ്പോ ഇതിലേ പോയത്. ഇതിലെ സെൽഫി ക്യാമറയിലാട്ടോ വ്ളോഗ് എടുത്തോണ്ട്. മറ്റേ ക്യാമറയിൽ വ്ളോഗ് എടുക്കുമ്പോണ്ടല്ലോ മുഖം ഇങ്ങനെ വലുതായിട്ട് ഈ സ്ക്രീൻ മൊത്തം നടക്കും. എന്റെ മുഖം തടിച്ച് ഇങ്ങോട്ട് വാ. ഇവിടെ എന്തോ സംഭവിച്ചേക്കണ്. അച്ചു മനുഷ്യനല്ലാതായി പോവുള്ളൂ. ആകെ കന്യകാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാമ്പ് പെണ്ണാണേ. അതിന്റെ ആണ് പെണ്ണാവണേ. പാമ്പ് പെണ്ണാവണില്ലേ, അതിന്റെ ആണ് പെണ്ണാവണേ. ആണാവണേ, ആണ് പാമ്പാവണേ. വയനാട്ടില് പുതിയ രോഗം വന്നിട്ടേ. പേരെന്താ അറിയാം നിനക്ക്? ശിഖണ്ഡിയോ? ഇതിൽ കൂടെ പോണോ അതിൽ കൂടെ പോണോ? അതിൽ കൂടെ പോലെ. അവൻ ഫോൺ എടുത്തപ്പോണ്ടല്ലോ അവന്റെ ഫോണിൽ അവന്റെ കേസിലൊക്കെ ഫുള്ളും ചളി, മണലൊക്കെ കല്ലൊക്കെ. ചളിയിൽ ഉരുണ്ടൊക്കെ ഓർമ്മ ഉണ്ട്. അതായത് ഇതിൽ അലക്കിയില്ല നീ. അമ്പലത്തിന്റെ ഇവിടെ എത്തിയപ്പോണ്ടല്ലോ ഫുള്ളും ചാണകം മണക്കണം. അച്ചു നീ അല്ല ആദ്യം വന്നത്, നീയാണോ അവിടെ നാശമാക്കിയേ? ഈ ഭാഗത്ത് ചാരി വെച്ചോ, ഇങ്ങോട്ട് ചാരി വെച്ചോ. ഇവിടെ ആണി പോവാണെങ്കിൽ സൈഡിൽ കൂടെ പോയാൽ മതി. ആവലല്ലോ അത് ഞാവല്. ഇത് കളർ നോക്ക്. വല്യമ്മ കരുത്താണ് ജീവൻ, ജീവനാണ് കരുത്തില്ലേ. മുട്ടയാണ് മുട്ട, ശരണാണ് മുട്ട. എന്താ അറിയില്ല, വയറിന് എന്തോ പോലെ വിശക്കണ എനിക്ക്. ഇവിടെ കൂന്, ഇവിടെ കൂനുണ്ട്. ഇവിടെയൊക്കെ നേരത്തെ കൂന്, ഇവിടെ കൂന്, ഇവിടെ ഫുള്ള് കൂന്. അതിനോടെ പുറം മൊത്തം വയറത്ത്. ഷർട്ട് ഊരിടാൻ തോന്നുന്നു. ഷർട്ട് ഊരിട്ടാലോ തോട്ടത്തിൽ കൂടെ കയറി അട്ടടിക്കുന്നു. ആര് പറയണേ? ഇതാ മുന്നിൽ പോണ മുട്ട പറയണേ. എന്ത് മുട്ട വർത്താനാവാൻ പറയണേ. അവിടെ ഈ പാറേൻ്റെ അടിയിലുണ്ടല്ലോ എന്തോ നല്ല കടന്നുറങ്ങണ സ്ഥലം. അതുണ്ടോ ഇങ്ങോട്ടോ? ഇവിടെ ആരെ കടക്കണ്ട തോന്നുന്നത്. പിന്നെ ആരൊക്കെ അറിയോ? പിന്നെ നമ്മളെ പോലത്തെ ഉള്ളവർ അടക്കി വരും. അച്ചു വെറുതെ ഇരിക്കാക്കണ്ട, ഫുള്ള് അട്ടയാണ്. വല്ലയിടത്തും കയറും. ഇവിടെ പെരുമ്പാമ്പുണ്ട് കേട്ടോ. അതതിൻ്റെ ഉള്ളിൽ പെരുമ്പാമ്പിൻ്റെ തലവണ്ണ് അവിടെ ഉണ്ടാവുമായിരിക്കും. നടക്ക് അവിടെ അട്ട കാലി കയറുന്നു. എവിടെ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇവനേതോ മുള്ളും കാട്ടിൽ കൊണ്ടുവന്നിക്കണേ. ഇവിടെ ഉള്ളതൊക്കെ കുറച്ച് വർഷമുള്ളത് ആദ്യം പറിക്കാം, എന്നിട്ട് നമുക്ക് അവിടെ ഉണ്ടായില്ലേ അതൊക്കെ പറിച്ചോണ്ടിരാം. ഇനി ആവാണ്ട് കേട്ടോ, ഇനി അവിടെ എവിടെയൊക്കെയോ ഉണ്ട്. അവിടെ പറിക്കുകയാണെങ്കിൽ പകുതി ആയേനെ. മരത്തിന് ഭാഗത്ത് കയറിയിട്ട് വരോ. അവിടെ നടക്കണം. നീയല്ലേ? നിന്റെ മൊബൈൽ എൻ്റെ പോക്കറ്റിലാണ്. കയറാൻ പറ്റും തോന്നുന്നില്ല. അതിൻ്റെ മേലെ എന്തോ ഉണ്ട്. വലിയ പാറേൻ്റെ മേലെ. എന്താണ് വലിയ പാറ? ഇത് ചെറിയ പാറയാണല്ലോ. എന്നിട്ട് അതാണ് കയറുന്നത്. ഇവൻ്റെ ഫോണാണെങ്കിൽ എൻ്റെ അരയിൽ വെച്ചിട്ട് എടാ എൻ്റെ പാൻ്റ് അഴിഞ്ഞ് പോണ്. അടിപൊളി കയറി പകുതി എത്തി. ഇങ്ങോട്ട് എന്തിനു വന്നേ? പാറന്റെ രസം കാണാനോ? അന്ന് കുഴിപോലെ കാണുന്ന എനിക്ക് ചാടിയോ കൂടാ, ഞാൻ എടുക്കാൻ വരാം. നീ എന്ത് കാണാനാ പോണ ഇങ്ങോട്ട്? പറ്റില്ല. പറ്റും. എന്താ ഇത്? അയലൊക്കെ കയറി കെട്ടി വെച്ചിക്കണേ. ഇങ്ങോട്ട് ഒരു വട്ടം കയറിയിരിക്കണേ. കഴിഞ്ഞ എപ്പോഴോ വന്നപ്പോ വ്യൂ പറഞ്ഞു, ഇതാണ് വ്യൂ. ഇതെന്താ ഇത് ഞാനിപ്പോ എന്ത് വ്യൂ കാണിക്കണേ? അതിന് മേലും കൂടി കയറി വെച്ചല്ലോ. അതിന് മേലെ കയറണോ? അതിന് മലിക്കും കൂടി കയറണ്ട. നമുക്ക് അവിടെ ഉള്ള മണിക്കൂർ മല്ലിയും കൂടി കയറിയിട്ട് വരാം. എന്നെ ഒന്തിയിട്ടാ ഞാൻ താഴെ വീണ്. എനിക്കൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ രണ്ടാളെ മൊബൈലിൽ ഞാൻ തല്ലി പൊട്ടിച്ചടയും. എൻ്റെ പോക്കിലെ രണ്ടാളെ മൊബൈൽ. ഫോട്ടോ എടുത്ത് കൊടുക്കണേ. 150 ഫോട്ടോ എടുത്തേക്കണേ. എന്നിട്ട് അച്ചുവിന് ഇപ്പോഴും ഒരു ഫോട്ടോ എടുക്കണമെന്ന്. ആ മരത്തേക്ക് കൈ ചൂണ്ടിരിക്കണ ഫോട്ടോ. ഈ കൈ നോക്ക്. കമന്റ് ചെയ്യട്ടോ. ഇതെന്ത് കായടാ അത്? ഒരു കടി അടിച്ചു നോക്ക്. മധുരണ്ടെങ്കിൽ ഞാൻ രണ്ടാമത്തെ കടി അടിക്കാം. തൊട്ട് താഴെ നെല്ലിക്ക മരം. നെല്ലിക്കട അത്. അവിടെ തൊട്ടവാടീൻ്റെ വലുതല്ലേ അത്? കേറാൻ നല്ല സുഖം ഉണ്ടായിരുന്നു, പക്ഷെ ഇറങ്ങുമ്പോ എന്തോ പോലെ. ഞാനിങ്ങോട്ട് പോവാ, നിങ്ങൾ കിട്ടോ? ഞാൻ കാണും പോലെ അല്ല. എടുക്കാനാ പോയി ചളിയായി.
നടക്ക് പോവുക. അവിടുന്ന് കയറിയപ്പോൾ കുറച്ച് പാടിട്ട സ്ഥലമല്ലേ, ചെറിയൊരു ഇടവഴി. അവിടുന്ന് അച്ചു മൊട്ടയും പറഞ്ഞ് അവിടുന്ന് വീഡിയോ എടുക്കുക, നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീലാക്കി ഇടുക എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ ഇടാന്നൊക്കെ പറഞ്ഞ് ഈ മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് ഫ്രണ്ടിൽ നടന്ന കേട്ടോ. കുണ്ടിയും കുത്തി ഒരു നിലവിലൊക്കെ നിരങ്ങിക്കണ മോനെ. കുറെ രണ്ടു ഭാഗത്തുണ്ടോ? ഇത്രയും കോഴി കിട്ടി. ഞാൻ ചീനകാടി തോന്നണ്ടാകുന്നു കേട്ടോ. അച്ഛൻ്റെ വീട്ടിൽ പോകണം, അച്ഛന് അർജൻറ്റാണ്, ഞാൻ പോകാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ പോയ വീടല്ലേ, ആ വീടല്ല, അതിൻ്റെ ഒറിജിനൽ വീടുണ്ട് അവിടെ അരപ്പറ്റ. അവൻ്റെ ഒറിജിനൽ വീട്, ഇത് സെക്കൻഡ് ഹാൻഡ് വീടാണ്. അവൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്ക് ചെക്കൻ പോവുക. ഇത്രയും കിട്ടിയിരിക്കണേ. ഇതൊക്കെ എത്ര കിട്ടി നോക്കിയാൽ. ഇത് നേരെ ഇറക്കാം. അവിടെ വെള്ളം പോണ ചെറിയ ഹമ്പ്, അവിടുന്ന് കയറ്റാം. നല്ല സുഖം ഉണ്ടാവും അതിക്കൂടെ പോകുമ്പോൾ. പക്ഷേ ഹമ്പുള്ളത് കൊണ്ട് ചെറിയ പേടിയാണ്. ക്യാമറ വിയ്യോ സൈക്കിള് വിയ്യോ എന്നൊരു ചെറിയ പേടി. പകുതി എത്തിയപ്പോൾ അവൻ്റെ അമ്മ വിളിച്ചിരുന്നു കേട്ടോ. ചക്ക ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. ഇവരിപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട് പോവാന്ന് പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ വരാൻ മതി. അവണ്ടാ കുറച്ച് മഴ ഇവിടെ. ഞാൻ കുളിച്ചിട്ടേ ഒരു സ്ഥലത്ത് ഗെയിം കളിച്ചിരിക്കട്ടെ. പോണോ? പോയിട്ട് വരാം. എനിക്ക് നല്ല ഡ്രസ്സൊന്നും ഇല്ലടാ. എനിക്കുണ്ടായിട്ടാ. നിനക്കുണ്ടല്ലോ സാരിയൊക്കെ. ആണ് ഞാൻ അല്ലടാ. ഇതാണ് കൂന്, നോക്കിക്കോ. ഇത് നോക്കുന്നുണ്ടോ? എടുക്കണ കൊണ്ടേ വേണ്ട ഞാൻ ചെറുത് പോണ്. ഞാൻ ഇപ്പം തന്നെ പോയി കുളിക്കട്ടെ. ഇപ്പം കുറച്ച് മേലൊക്കെ ചൂടായിക്കണേ, വേർത്തിക്കണേ. കുളിച്ച് കഴിഞ്ഞപ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ. എത്ര ദിവസത്തെ ക്ഷീണം പോയത്. അടിപൊളി ചോറല്ലേ മോചാറി. അപ്പൂസ അവിടെ ഉണ്ട്, കൂനത് അവിടെ ഉണ്ട്. അപ്പൊ എവിടേക്കെന്താ എന്നെ വിളിച്ച് ഇവിടെ കിടക്കണ്ടായിരുന്നു. ലൈറ്റില്ല. വേൾഡ് കപ്പ് കണ്ട് കഴിഞ്ഞ് ഈ റൂമിലായിരുന്നു കിടക്കാൻ വന്നേ, ഈ റൂമിൽ, കണ്ണ റൂമിൽ. അപ്പോൾ രാത്രി കിടക്കാൻ വന്നപ്പോൾ ഇതിലൊക്കെ കണ്ട് പേടിച്ച് പോകുന്നുണ്ട്. വേഴാമ്പൽ ഓട്ടോറിക്ഷ വന്നില്ല. അത് അമ്മേൻ്റെ ഒപ്പം മണിക്ക് പോയതൊക്കെ വരുന്നത്. അവരമ്മേൻ്റെ ഒപ്പം ഉള്ള പോയിട്ട് വരുമ്പേ സാനിറ്റൈസറൊക്കെ മേടിച്ചോണ്ട് പോവാ. അമ്മ വയനാട്ടിൽ കുറേ ശിഖണ്ഡി രോഗം അതെന്നെ വായിൽ വരും. മറ്റേ രോഗമുണ്ട്, ഫസ്റ്റ് ഷാഗിച്ചിട്ട് അതുണ്ട്. സാനിറ്റൈസർ മേടിക്കേ പറയണേക്ക്, ആ മേടിച്ചായി. നല്ല രോഗമുണ്ട്. എനിക്ക് ഫോട്ടോ എടുക്കാനേ. ഇതെന്ത് ഡ്രസ്സ് ഇട്ടിട്ട് വന്നിക്കണേ നീ? നടക്ക് ഇരുടാവണ് വേഗം. അല്ല നീ അവിടെ കണ്ടിക്കണല്ലോ കിങ്ങിനെ. എൻ്റെ പാൻറ് കിണിക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ. ചാർജ് ഇല്ല, ചാർജ് കുറച്ചുള്ളൂ. കിണി വേഗം നിൽക്ക്. ഫോട്ടോ എടുത്ത് കൊടുക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പറ. കുറച്ച് ഒച്ചത്ത് പറ. എടി ഇതിന്റെ മൈക്ക് കുറച്ച് ഇതാണ്. സബ്സ്ക്രൈബല്ല, സബ്സ്ക്രൈബ് ചെയ്യൂ. ഒച്ചത്ത് പറ. വിമാനം പോണോക്ക് എത്ര തായിക്കോടെ വിമാനം പോയത്. ഞാൻ ആദ്യമായിട്ട് കേട്ടോ എത്ര തായിക്കോടെ വിമാനം പോയത് കണ്ട്. നേരത്തെ ഒരു സെൽഫി എടുത്തു കേട്ടോ. ഇതുണ്ടോ എൻ്റെ ഇവിടെ കണ്ണ് കുരുവ പറഞ്ഞിട്ട് അവള് മനസ്സിലാവില്ല. എനിക്ക് കണ്ണ് കുരുവാ, കണ്ണില് കുരുണ്ട്. എൻ്റെ മൊബൈൽ ചാർജ് കുത്തിയാകട്ടെ. അമ്മയും എല്ലാരും പോയി വന്നിട്ടുണ്ട്. അമ്മ വന്നപ്പോ എന്താ കൊണ്ടുവന്നേ? അമ്മ ഒന്നും കൊണ്ടുവന്നിട്ടില്ല മോനെ. അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. കുറെ എഡിറ്റ് ചെയ്യാനുണ്ട്, കുറെ ഫോട്ടോ എടുത്തില്ല നമ്മള്. ചെക്കന്മാരെ എടുത്തു കൊടുത്തിരുന്നു. അത് കുറച്ച് കളറൊക്കെ ആക്കി കൊടുത്തിട്ട് അത് അയച്ചു കൊടുക്കാറുണ്ട്. ജംപ് കട്ട്സ് അതാണ് കുറച്ച് ഹാർഡ് ആവണം. എൻ്റെ മൊബൈൽ താങ്ങണില്ല, ആകെ അടിക്കണം. അപ്പോൾ ഇനി അധികം നീട്ടിയൊക്കെയുള്ള. അമ്മ സാനിറ്റൈസർ മേടിച്ചില്ലല്ലോ. സാനിറ്റൈസർ മേടിച്ചോ? അമ്മ സാനിറ്റൈസർ മേടിച്ചില്ല. അപ്പോൾ അമ്മ കൂടി നന്നാക്കുന്നുണ്ട്, അമ്മ നന്നാക്കുന്നുണ്ട്. അച്ഛൻ നേരത്തെ പകുതി മുക്കെല്ലാം നന്നാക്കി പകുതിയാക്കി കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാനാണ്. അടുത്ത എല്ലാ വ്ളോഗായിട്ട് നാളെ കാണാം.